ലോകത്ത് മറ്റേതു രാജ്യത്തെക്കാളും വ്യത്യസ്തമായിരുന്നു കേരളത്തിന്റെ നഗരങ്ങൾ. തികച്ചും ഹൃദ്യമായ ഗ്രാമാന്തരീക്ഷം തന്നെയായിരുന്നു നഗരങ്ങളിലും നിലനിന്നിരുന്നത്. എവിടെ നോക്കിയാലും തലയുയർന്നു നിൽക്കുന്ന കേരളം, പുഴയും കൈത്തോടുകളും നെൽവയൽ കൊണ്ടും സമ്പന്നമായിരുന്ന കാർഷിക കേരളത്തിന് നഗരവും ഗ്രാമവും എന്ന വേർതിരിവിനെ ഉണ്ടായിട്ടില്ല. കൃഷി എന്നത് മലയാളിക്ക് അവന്റെ തൊഴിലും ഉപജീവനവുമാണ്. കൊയ്ത്തും പാട്ടും മെരിയും മലയാളി ഉത്സവമാക്കി. വിത്തെറിയുമ്പോഴും വിളവെടുക്കുമ്പോഴും അനുഷ്ഠാനങ്ങളിൽ ഊന്നി നിൽക്കുന്ന ദൈവപ്രകൃതിയുടെ ആട്ടവും പാട്ടും അവന് ലഹരിയായി. കൃഷിയും ജീവവും അവന് വെവ്വേറെ ആയിരുന്നില്ല. കാലം മാറി മാറി വന്നപ്പോൾ മറ്റെല്ലാ സ്ഥലങ്ങളിലും സംഭവിച്ചതുപോലെ മലയാളിയുടെയും മട്ടുമാറി. കൂടുതൽ പണം തേടിയും കൂടുതൽ ധനവാനാവാനുള്ള തൊഴിലധിഷ്ഠിത പഠനത്തിലേക്കും മലയാളി കാലുമാറി ചവിട്ടിയപ്പോൾ സ്വദേശത്തും അതിലേറെ വിദേശത്തും 10 ഇരട്ടി പണം കിട്ടുന്ന ജോലി ലഭിച്ചു. ക്രമേണ കൃഷിയിടങ്ങൾ തരിശു നിലങ്ങളായി. കൃഷി കുറഞ്ഞു. നമുക്കാവശ്യമായ പച്ചക്കറിക്കും പഴങ്ങൾക്കും കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. ലാഭക്കൊതിയന്മാരായ കച്ചവടക്കാർ വിഷമയമായ പച്ചക്കറികൾ ഇങ്ങോട്ട് കയറ്റിവിടുന്നത് പതിവാക്കി. കേരളത്തിൽ ആശുപത്രികളുടെയും രോഗികളുടെയും എണ്ണം മുൻപെന്നത്തേക്കാൾ ഇരട്ടിക്കുകയും ചെയ്തു. ഈ ഭവിഷ്യത്തുകൾ ഉൾക്കൊണ്ട് ജനം വീണ്ടും വന്നു. വിഷമയമായ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വിട. കൃഷി വീണ്ടും സജീവമായി. സർക്കാരും ശാസ്ത്രജ്ഞന്മാരും കർഷകരും ഉദ്യോഗസ്ഥന്മാരും ഒരുപോലെ ഉണർന്നു പ്രവർത്തിച്ചു. നമ്മുടെ നഗര ഗ്രാമപ്രദേശങ്ങളിൽ വീണ്ടും കൃഷിയിടങ്ങളിൽ പുതുനാമ്പുകൾ പ്രത്യക്ഷപ്പെട്ടു. അത്തരം ഒരു കൃഷിക്കാഴ്ചയിലേക്കാണ് കൃഷിദർശൻ ഇനി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പടയണിയുടെ നാടായ പത്തനംതിട്ട ജില്ലയിലെ അടൂർ. ചുക്കില്ലാത്ത കഷായമില്ല എന്നതുപോലെ എരിവില്ലാത്ത ഒരു കറിയും ഇന്ത്യക്കാരന് ആലോചിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ 100 കണക്കിന് വിളിപ്പേരുകളുള്ള മുളകിന്റെ കേന്ദ്രമാണ് ഭാരതം. കാന്താരി മുളക് മുതൽ കുരുമുളക് വരെയുള്ളവ വേറെയും. ഇവിടെ പക്ഷേ എല്ലാ വെറൈറ്റിയും ഉണ്ടെങ്കിലും ഏറെ എരിവും രുചിയും പോഷക ഗുണവുമുള്ള മാലിമുളക് വൻതോതിൽ കൃഷി ചെയ്തു വരുന്നു. ആയിരത്തിലധികം മൂട് മുളകാണ് ഇവിടെ ഉള്ളത്. നട്ടുവളർന്ന് കായ്ച്ചു തുടങ്ങിയാൽ ദിവസവും ആദായം തരുന്ന അക്ഷയഖനിയാണ് ഈ മാലിമുളക്. ഒരു ചെടിയിൽ നിന്നും 3 വർഷം വരെ നല്ല ആദായം ലഭിക്കും. മാലിക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ഈ മുളകിന് മാർക്കറ്റിൽ എന്നും വൻ ഡിമാൻഡാണ്. ഏറെ എരിവുള്ള ഈ മുളക് ഗ്ലൗസോ മറ്റ് കയ്യുറകളുടെയോ സഹായത്തോടെ പറിച്ചെടുക്കാവൂ എന്നത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഈ മാലിമുളക് ഇവിടുന്ന് പലപ്പോഴും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു മുളകാണ്. അപ്പം മാലിമുളക് കൃഷി ചെയ്യുന്നതിന് നമുക്ക് അനുഗുണമായ രീതിയിലുള്ള സഹായങ്ങളും വളപ്രയോഗങ്ങളും ഒക്കെ പറഞ്ഞു തരുവാനും അതിൻ്റെ കൂടെ നിൽക്കുവാനും ഒക്കെ ഈ കൃഷി വകുപ്പിൽ നിന്ന് പീരിയോഡിക്കലായിട്ടുള്ള അഡ്വൈസ് കിട്ടിയത് കൊണ്ടാണ് അത്തരത്തിൽ അത് ലാഭകരമാക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഇതിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ ചില്ലറ പ്രശ്നങ്ങളുണ്ട്. ഈ ഇടത്തട്ടുകാർ ഇടപെടുന്നത് കൊണ്ട് മാർക്കറ്റിംഗിൽ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവപ്പെടുന്നു. എല്ലാ കാലത്തും കായ്ക്കുന്ന
200 മൂട് പേരത്തൈകളാണ് ഇവിടെ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. ലക്നോ 49, ബീഹി എന്നീ ഇനത്തിൽപ്പെട്ട ഈ പേര ചെടി നട്ട് 6 മാസം കൊണ്ട് വിളവ് തന്നു തുടങ്ങും. പച്ചയായും പഴുപ്പിച്ചും കഴിച്ചാൽ നല്ല രുചിയും സ്വാദുമുള്ള ഈ പേരയ്ക്ക് മാർക്കറ്റിൽ ആവശ്യക്കാർ കൂടുതലാണ്. അധികം പൊക്കമില്ലാതെ വളരുന്നതിനാൽ ഈ പേരയിൽ നിന്ന് വിളവെടുക്കാൻ മറ്റു സഹായികളുടെ ആവശ്യം വരുന്നില്ല. പേരയുടെ ഇടയിൽ തന്നെ ഇടവിളയായി പച്ചക്കറിക്കൊപ്പം മറ്റു കൃഷികളും ചെയ്തു വരുന്നു. പച്ചക്കറിക്കും മറ്റും വളം ചെയ്യുന്നത് മൂലം പേരയ്ക്ക് പ്രത്യേകമായി ജലസേചനമോ വളമോ ചെയ്യേണ്ടതില്ല. സിംഗപ്പൂർ യെല്ലോ ഡോർഫ്, സിംഗപ്പൂർ ഗ്രീൻ ഡോർഫ് തേങ്ങ നമ്മൾ അവിടുന്ന് തേങ്ങ കൊണ്ടുവന്ന് പാലക്കാട്ട് ചേമ്പറിലൊക്കെ വെച്ച് കിളിപ്പിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഈ പുരയിടത്തിനെ ഒന്ന് ലേ ഔട്ട് ചെയ്ത് ചുറ്റോട് ചുറ്റും ഏതാണ്ട് 100 ചില്ലുവാനം സിംഗപ്പൂർ യെല്ലോ ഡോർഫും സിംഗപ്പൂർ ഗ്രീൻ ഡോർഫും ആണ് നമ്മൾ ഇവിടെ നട്ടിരിക്കുന്നത്. ആ പുരയിടത്തിൽ തന്നെ 300ഓളം ഹൈബ്രിഡ് വെറൈറ്റിയായ ഓമ തൈകൾ നമ്മൾ നട്ടിട്ടുണ്ട്. അത് റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട ഒരു ഓമയാണ് നട്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഗുജറാത്തിൽ നിന്നുമൊക്കെ ബീഹി എന്ന് പറയുന്ന 100 ചില്ലുവാനം പേരത്തൈകൾ ഇതിനകത്ത് നട്ടിട്ടുണ്ട്. വളരെ മധുരമുള്ള കായ്ഫലം നൽകുന്ന പേരത്തൈ. ഇനി അതിനെ ഒന്ന് ശുശ്രൂഷിച്ച് അതിനെ ഒന്ന് പ്രൂൺ ചെയ്തെടുക്കണം. അതിൻ്റെ ഇലകൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതിനെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ആ ഷേപ്പ് കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ഭൂമി കാണാൻ തന്നെ വളരെ മനോഹരമാകും. ചുറ്റോട് ചുറ്റും തെങ്ങും അതിനിടയിൽ ഈ വിവിധതരം ഫലവൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ അന്തരീക്ഷം തന്നെ മാറ്റുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു കൃഷി രീതിയാണ് ഇതിനകത്ത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രിപ്പ് ഇറിഗേഷനും ഫെർട്ടിഗേഷനും ഈ 5 ഏക്കറിലെ എല്ലാ ചെടികൾക്കും അവകാശപ്പെട്ടതാണ് എന്നതാണ് യാഥാർത്ഥ്യം. റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട 750 മൂട് പപ്പായ ഇവിടെ പരിപാലിക്കുന്നു. നട്ട് അധികം വയ്യാതെ ഏതാണ്ട് 220 ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല വിളവ് തരുന്നതാണ് ഈ പപ്പായ. കൃഷിയിൽ ഇവിടെ പ്രധാനമായിട്ട് ഇത് ഒരു ഇൻസ്പെക്ഷൻ പോലെ നടന്നിട്ട് പിന്നെ അപൂർവം ചില കാര്യങ്ങളൊക്കെ ഞാനും തടം വെട്ടി നടുകയൊക്കെ ചെയ്യും. ഇല്ലേ മോനോട് പറയും, ഇവിടെ ഇന്നത് നട്ടാൽ എന്താ നല്ല വെച്ചാന്ന് പറഞ്ഞാൽ അതവിടെ ചെയ്യും. കാരണം ഞാനും ഫിസിക്കലായിട്ട് എൻഗേജ് ചെയ്യും ഇതിനകത്ത്. അതൊരു സന്തോഷമാണ്. മറ്റ് പപ്പായയെ അപേക്ഷിച്ച് വലിപ്പവും രുചിയും റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയ്ക്ക് കൂടുതലാണ്. പേര് റെഡ് ലേഡി എന്നാണെങ്കിലും ആണും പെണ്ണും വെവ്വേറെയുണ്ട്. നീണ്ട കായ ഉള്ള പപ്പായ ആൺവർഗത്തിൽപ്പെട്ടതും ഉരുണ്ട പപ്പായ ഉള്ളത് പെണ്ണുമാണ്. ഇവ ഇടകലർത്തി നട്ടാൽ കായ്ഫലം ഏറെ ഉള്ളതായി അനുഭവസ്ഥർ പറയുന്നു. സ്കൂളിലൊക്കെ ജോലി കഴിഞ്ഞ് പിന്നെ വരുമ്പം താമസിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഉള്ള സമയം 1 മണിക്കൂറൊക്കെ കിട്ടും. ആ സമയത്ത് ചെയ്യാനൊക്കുന്ന വെള്ളം ഒഴിക്കാനുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാൻ അച്ഛൻ്റെ കൂടെ പോവോ, അല്ലെങ്കിൽ ബാക്കി എന്താ ഇവിടെ ഹരിശേട്ടനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ചെയ്യുന്നതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതന്നെ. ഞങ്ങൾ 2 പേരും ഈ വൈകുന്നേരങ്ങളിലേ ഉള്ളൂ. ബാക്കി സമയം അച്ഛനും ഇവിടെയുള്ള ഹരിശേട്ടനും ഒക്കെയല്ല നോക്കുന്നത്. നമുക്ക് ചെയ്യാനൊക്കെ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ടായി. വീടിനോട് ചേർന്ന് തന്നെ ആരെയും ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ഫിഷ് ഫാം പ്രൊഫസറും കുടുംബവും ഒരുക്കിയിട്ടുണ്ട്. റെയിൻ ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. അതിനാൽ ഇവിടെ പെയ്യുന്ന മഴവെള്ളം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. പ്രൊഫസറുടെ ഭാര്യ മിനി ടീച്ചറിനും മകൾക്കുമാണ് ഫിഷ് ഫാമിന്റെ ചുമതല. മീൻകുളം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ഒരു കുളം. ആ കുളത്തിൽ അദ്ദേഹം വിവിധ തരം
മത്സ്യങ്ങളെയാണ് ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കട്ല, രോഹു, മൃഗാൾ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് അദ്ദേഹം ഇപ്പോൾ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതും താമസിയാതെ വിളവെടുപ്പിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനും ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനൊരു ഗ്രീൻ ഹൗസ് നിർമ്മിച്ചിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ആവശ്യമായ ജലം എല്ലാ കൃഷി സ്ഥലത്തിനും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇതിനോടുകൂടി തന്നെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. സമീകൃത ആഹാരമാണ് മത്സ്യങ്ങൾക്ക് കൊടുക്കുന്നത്. കട്ല, രോഹു, മൃഗാൾ എന്നീ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഈ ഫിഷ് ടാങ്കിലെ കാഴ്ച വിസ്മയങ്ങൾ. ചെറിയ കോരുവല കൊണ്ട് കോരി ആവശ്യാനുസരണം മത്സ്യത്തെ എടുക്കുന്നതാണ് വിളവെടുപ്പിന്റെ ഒരു രീതി. ഇതുകൂടാതെ വർഷത്തിൽ ഒരിക്കൽ മൊത്തമായും വിളവെടുപ്പ് നടത്തുന്നു. ഇവയ്ക്ക് മികച്ച വിലയും ലഭിക്കാറുണ്ട്. സ്വന്തം വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറി അല്ലെങ്കിൽ സാധനങ്ങൾ അത്രയും മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പൊ അത് പുറത്ത് കൊടുക്കാനും വേണ്ടിയുള്ള രീതിയിലേക്ക് വരും. അത് നാട്ടിൽ കുറച്ചു പേർക്കും കൂടെ നമ്മളുടെ ഒരു വർക്കിന്റെ ഫ്രൂട്ട് കൊടുക്കാന്നുള്ള ഒരു ഇതിന്റെ പേരിലാണ് ഇത് പുറത്ത് കൊടുക്കാൻ തുടങ്ങിയത്. ഇവിടെ ബേസിക്കലി പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, വാഴ, പിന്നെ ഒരു ഫിഷ് പോണ്ട് ഉണ്ട്. ഫിഷ് കൾട്ടിവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. അത് കുറച്ച് അഡ്വാൻസ് മെത്തേഡിലുള്ള ഇറിഗേഷൻ ആണ്. അപ്പം നമ്മളുടെ ഒരു പാഷൻ ബാക്കിയുള്ളവർക്കും കൂടെ ബെനിഫിറ്റ് ആവാൻ വേണ്ടി ഇപ്പം എല്ലാവരും കൂടെ ചേർന്ന് വർക്ക് ചെയ്യാണ്. ഇതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഞാൻ ഇവിടെ അല്ല പഠിക്കുന്നത്. അപ്പോൾ സാറ്റർഡേ സൺഡേ വരുമ്പം പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുക, അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യുക, അത്യാവശ്യം എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യുക. അങ്ങനെ ഭയങ്കര കൾട്ടിവേഷൻ അങ്ങനെ ഒരു ഹെക്ടിക് ജോലികളൊന്നും ചെയ്യാറില്ലെങ്കിലും അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഒഴിവു സമയങ്ങളും സായാഹ്നങ്ങളും പ്രൊഫസറും കുടുംബവും ചെലവിടുന്നത് ആശ്ചര്യ സമൃദ്ധമായ പ്രകൃതിയോടൊപ്പമാണ്. കിളികളും ചെടികളും ഫലവൃക്ഷങ്ങളും നിറഞ്ഞ ഈ 5 ഏക്കർ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിളനിലമാണ്. പണ്ടുണ്ടായിരുന്ന എല്ലാ കൃഷികളും റംബുട്ടാനോ അല്ലെ മാങ്കോസ്റ്റിയോ അങ്ങനെയുള്ള 1-2 എണ്ണം ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ വന്ന് ഒഴിച്ചാൽ ചേമ്പ്, വാഴ, ചീനി, കാച്ചില് അങ്ങനെയുള്ള പണ്ടുണ്ടായിരുന്ന എല്ലാം, പേര, ഓമ അങ്ങനെയുള്ള ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വാഴകൾ, വിവിധ തരം വാഴകൾ ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് ഒരു മാതൃകയാക്കി ഈ പ്രദേശക്കാർ കൃഷിയിൽ കൂടുതൽ താല്പര്യം കാണിക്കണം. അതിന് ഇന്നുള്ള കൃഷി ഓഫീസർമാരും ഒക്കെ കുറച്ചുകൂടെ ഇന്ന് അവരങ്ങേറ്റം താല്പര്യം കാണിക്കുന്നുണ്ട്. മാതൃകാ കൃഷിത്തോട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സബ്സിഡികൾ നൽകുന്നുണ്ട്. കൃഷിയിടങ്ങൾ അവർ സന്ദർശിച്ച് കൃഷിക്ക് എന്തെങ്കിലും പാകപ്പിഴ പറ്റിയാൽ അത് പറഞ്ഞു കൊടുക്കുവാൻ ഇന്ന് സംവിധാനമുണ്ട്. നമുക്ക് പണ്ടൊന്നും ആ സംവിധാനങ്ങൾ ഇല്ലാഞ്ഞതിൻ്റെ ഒരു ദോഷവും നമുക്കുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി ഇദ്ദേഹം ഈ ചെയ്ത കൃഷി നമുക്കെല്ലാവർക്കും അടൂരിന് മൊത്തത്തിൽ മാതൃകയാകട്ടെ എന്നും കൃഷി സാധനങ്ങൾ വാങ്ങിച്ച് നല്ല ഭക്ഷണം കഴിക്കുവാനും ഉള്ള അവസരമുണ്ടാകട്ടെ, അത് എല്ലാവരും മാതൃകയാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. കൃഷിയിൽ പിതാവിന്റെ കാൽപ്പാടുകൾ സ്വീകരിച്ച മകൻ ശങ്കരനാരായണനും കുടുംബവും തികച്ചും സംതൃപ്തരാണ്. പറക്കോട് അനന്തരാമപുരം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു കാലത്ത് 50 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ 2ാമത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റായിരുന്നു. പറക്കോട് ചന്തയിൽ നിന്നല്ലായിരുന്നു അതിന്റെ പേര്, അനന്തരാമപുരം മാർക്കറ്റ് എന്നായിരുന്നു. അപ്പൊ അനന്തരാമപുരം മാർക്കറ്റിന് ഇപ്പോൾ അതിന്റെ ഗതകാല പ്രതാപങ്ങൾ മാത്രമേ ഉള്ളൂ, ഇന്നലകളിലെ പ്രതാപങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം കാർഷിക വൃത്തിയിൽ നിന്ന് ജനം അകന്നതുകൊണ്ടാണ് ഈ ചന്തയുടെ മാഹാത്മ്യം നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറെ അധികം ആളുകൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് തിരികെ വരുന്നുണ്ട്, മണ്ണിനെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട്. ഈ ഒരു തരത്തിൽ മാത്രം കൃഷി ചെയ്താൽ നമുക്ക് ഭാവിയിലേക്ക് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാനൊക്കില്ല, നമ്മുടെ വരുംകാല തലമുറയ്ക്ക് ജീവിതം സുരക്ഷിതമല്ല എന്നുള്ള നല്ല തിരിച്ചറിവ്, നല്ല പ്രചാരണം മീഡിയകളാണെങ്കിലും പത്രങ്ങളാണെങ്കിലും വിവിധ വാർത്താമാധ്യമങ്ങളാണെങ്കിലും നൽകുന്നതിൻ്റെ ഫലമായി തിരിച്ച് ഒരു കാർഷിക വൃത്തിയിലേക്ക്, ചരിത്രം എപ്പോഴും അതിൻ്റെ സഞ്ചാരപഥം എന്ന് പറയുന്നത് സർക്കിളിലാണ്, ഒരിടത്ത് തുടങ്ങി മറ്റൊരിടത്ത് അവസാനിക്കുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണമാകണമെങ്കിൽ അത് ഒരു സർക്കിൾ സഞ്ചരിക്കുമ്പോഴാണ്, തുടങ്ങിയിടത്ത് അവസാനിക്കുമ്പോഴാണ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ കാർഷിക വൃത്തിയിൽ നിന്ന് തുടങ്ങി കാർഷിക വൃത്തിയിൽ അവസാനിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എനിക്ക് ഉള്ളത്. പ്രകൃതിയെ സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് മറ്റെല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയും എന്നതാണ് സത്യം.
ഓരോ പുൽനാമ്പിന്റെ വളർച്ചയും വാത്സല്യത്തോടെ കണ്ണിറയെയാണ് കർഷകർ കാണുന്നത്. ആ കാഴ്ചയിൽ ഹരിതാഭമായ ഒരു ലോകത്തെയാണ് കർഷകർ ദർശിക്കുന്നത്. കുട്ടികൾ കുറേയൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം പേരൻസിനൊന്നും വൈകുന്നേരങ്ങളിലൊന്നും കുഞ്ഞുങ്ങൾ നിന്ന് വെള്ളം ഒഴിക്കുന്നത് അങ്ങനെയൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ട്യൂഷൻസ് ഇങ്ങനെ പിള്ളേർ ഹെൽഡപ്പാണ്. അപ്പോൾ അത് കാരണം പിന്നെ അവർക്ക് നല്ല ഫുഡ്, നല്ല പ്രശ്നമില്ലാത്ത അല്ലെങ്കിൽ ഒരു മാലിന്യവും ചേരാത്ത ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, ജങ്ക് ഫുഡ്സിൻ്റെ കുഴപ്പങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ അവരെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യും. കുറച്ചുകൂടെ എന്താ പറയുന്നത്, കൃഷിയിലോട്ട് വരിക, നിങ്ങളിങ്ങനെ അമ്മയുടെ ഹോം മെയ്ഡ് ഫുഡ്സ് തിന്നാൻ കൂടുതൽ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ മോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് വിദ്വേഷമില്ലാതെ ഈ പ്രൊഫസറും കുടുംബവും ഒന്നാകെ പ്രകൃതിയെ പുണരുന്നതും സ്നേഹിക്കുന്നതും.